രാം, ഇനി എങ്ങോട്ടാ? ജാനു, നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അയ്യോടെ പാവം. എന്താന്ന് വെച്ചാ പറ. അത് ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അതിന്? വേണ്ട, വിട്ടേക്ക്. ഷേ, എന്താന്ന് പറ. അത് തന്നെ, ഇവിടുന്ന് ഹോട്ടലിലേക്ക് ദൂരമില്ലേ? അതുകൊണ്ട്? വേണ്ട, വിട്ടേക്ക്, നമുക്ക് പോ. ഓ, എന്താന്ന് പറ. അതാ, ഇവിടുന്ന് ഹോട്ടലിലേക്ക് ദൂരം കുറയില്ലേ? എന്റെ ഫ്ലാറ്റ് ഇവിടെ അടുത്ത് തന്നെയാ. അതുകൊണ്ട് അവിടേക്ക് പോവാന്ന് കരുതി. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചറാം? അല്ലല്ല, സോറി, ഞാൻ വേറെ ഉദ്ദേശത്തോട് പറഞ്ഞതല്ല. മഴ വരാൻ ചാൻസ് ഉണ്ട്, ഹോട്ടലിലേക്ക് ഒരുപാട് ദൂരമില്ലേ? സാരമില്ല, ഞാൻ ക്യാബ് ബുക്ക് ചെയ്യാം. അതാവുമ്പോ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എത്താലോ. അതായിരിക്കും അല്ല, നല്ലത്. ഈ വിശ്വാമിത്ര മഹർഷിനെ പണ്ട് ഡാൻസ് ചെയ്ത് മയക്കിയ ഒരു പെണ്ണില്ലേ, അവളുടെ പേരെന്താ? മേനക. അവളുടെ കൂടെ വേറെ രണ്ടുപേരും ഇല്ലേ, അവരുടെ പേരെന്താ? അത് രംഭ, ഉർവശി. കറക്റ്റ്. അവരെ 3 പേരെയും അതേ ഡ്രസ്സോടെ ഒരു രാത്രി ഫുള്ളായിട്ട് നിന്റെ അടുത്ത് വിട്ടിട്ട് പോവാം. പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അവരെ നീ പൊന്നു പോലെ നോക്കിക്കോളും. അത് പിന്നെ നീ എന്റെ മീശം താടിയെ കളഞ്ഞില്ല, അതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നുന്നതാ. ഓ, അല്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിലും അങ്ങനെ തന്നെ തോന്നുള്ളൂ. വാ. വാ. രാമചന്ദ്രൻ എന്ന മഹാവ്യക്തിയുടെ വീട് ഇതാണോ? ഇത് കൊള്ളാലോ. അയ്യോ, ദേ ഇവിടൊക്കെ വെള്ളമായല്ലോ. ഇല്ല, അത് സാരമില്ല. ഞാൻ രാം, ബാത്റൂം എവിടെയാ? നേരെ പോയി കഴിഞ്ഞാൽ വലതുവശത്തുണ്ട്. ഓക്കെ. ഞാൻ ടവൽ എടുത്തിട്ട് വരാം. ഓക്കെ. ജാനു, ജാനു, അത് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടവലും സോപ്പൊക്കെ ഞാൻ ഈ വാതിലിന്റെ സൈഡിൽ തന്നെ വെച്ചേക്കാം. എന്തിനാ അത്? ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാ. നിനക്ക് സോറിയാസിസ് ഒന്നുമില്ലല്ലോ? അയ്യോ, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെവിടെയെങ്കിലും ഒന്ന് ഉണങ്ങാൻ ഇട്ടേക്കോ? പിടിച്ചോ. താങ്ക്സ്. റാം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ അത് കേട്ടേ പറ്റൂ. എന്താ? നീ ഇനി ഇങ്ങനെ ഇരിക്കരുത്. നീയും ഒരു കല്യാണം കഴിക്കണം. നിനക്കും നല്ലൊരു ഫാമിലി ഉണ്ടാവണം. നിനക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളെ എനിക്ക് കാണണം. അവരെ എടുത്ത് എനിക്ക് കൊഞ്ചിക്കണം. അവരുടെ കണ്ണ് നിന്റെ പോലെയാണോ, മൂക്ക് നിന്റെ പോലെയാണോ എന്നൊക്കെ നോക്കണം. അവരെ മാത്രമല്ല, നിന്റെ ഭാര്യയും കാണണം. അവൾ എന്നും എന്റെ നല്ല ഫ്രണ്ടായിട്ടിരിക്കണം. എന്റെ രാമനെ എന്നും പൊന്നു പോലെ നോക്കണമെന്ന് എനിക്ക് അവളോട് പറയണം. ഞാൻ ഡിന്നർ ഓർഡർ ചെയ്യട്ടെ? ഹോട്ടലിൽ വെച്ച് നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ടെന്നേ. എങ്ങനെയുണ്ട്? അമ്മയുണ്ടാക്കുന്ന പോലെയുണ്ട്. ജാനു, നീ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കല്ലേ?
ഒരുപാട് നാളുകൾക്ക് ശേഷം. എടി പൊട്ടി, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയല്ല ചോദിച്ചേ, ജനറൽ ആയിട്ടുള്ള അവസ്ഥയാ. എന്താടാ നീ എന്റെ അമ്മ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നേ? ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അവിടെ സിംഗപ്പൂരിൽ ഞാൻ ഒറ്റയ്ക്കും അല്ലായിരുന്നോ. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എന്നും ഓരോന്ന് ആലോചിച്ച് കരയും. പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെയാ. എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നെ നന്നായി മനസ്സിലാക്കി പെരുമാറുന്ന വ്യക്തിയാ. കുറ്റം പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ സന്തോഷായിട്ടിരിക്കാന്നല്ല, സമാധാനായിട്ടിരിക്കാന്ന് പറയണം. പക്ഷെ ഈ ഒരു സാഹചര്യത്തില് നിന്നോടൊരു കാര്യം പറയാൻ എനിക്ക് തോന്നുക, പക്ഷെ പറയുന്നില്ല. ജാനു, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് ക്യാൻഡിൽ എടുത്തിട്ട് വരാം. എന്താ ഇത്? മെമ്മറീസ്. നിന്റെ അന്നത്തെ അതേ സ്മെല്ല്. ഇതെങ്ങനെ ഇങ്ങനെ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നത്? ഇത് നിന്റെയാ? എന്റേതോ? ഇതെങ്ങനെ നിനക്ക് കിട്ടിയത്? അത് കാല് മുളച്ച് താനെ നടന്നു വന്നതാ. അടിച്ചു മാറ്റിയതാ. അതെങ്ങനെയാന്ന് പറ. അത് നീ PT ക്ലാസ്സിൽ പോണ സമയത്ത് നീ ഷോള് ക്ലാസ്സിൽ വെച്ചിട്ട് പോവാറില്ലേ, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് അടിച്ചു മാറ്റിയതാ. വേണ്ട, ഇത് എടുക്കാൻ പാടില്ല. ഇതും നിന്റെയാ? വേണ്ട വേണ്ട, അത് വേണ്ട. ഏയ്, പിന്നെ ഇതിനെ ഒളിപ്പിക്കുന്നേ? അല്ല വേണ്ട. എന്താടാ, ലവ് ലെറ്റർ ആണോ? അയ്യേ. പിന്നെ കവിത വല്ലതുമാണോ? എടാ ദുഷ്ട, കവിതയാണോ? എന്നെ പറ്റിയാണോ? ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട, ഇത് വായിച്ചാ നീ ചിരിച്ചിരിച്ചാവും. ഞാൻ തന്നെ വായിച്ച് ചിരിച്ചിട്ടുണ്ട് കുറെ. ഇതൊക്കെ എന്നെ പറ്റിയൊക്കെ ആര് കവിത എഴുതാനാടാ? നീ എഴുതിയത് തന്നെ വലിയ കാര്യം. ഓക്കെ, നീ തന്നെ അത് വായിക്ക്. വായിക്കേ. പ്രിയപ്പെട്ട ജാനു, കാലങ്ങളെയും തോൽപ്പിച്ച് അഗ്നിയായി ജ്വലിക്കുന്നവളെ, കുരുവിതൻ രാഗവും കിളികൾ തൻ കൊഞ്ചലും അതിരാവിലെ എന്നെ ഉണർത്തുകയാണ്. നിന്റെ സുന്ദര മുഖദർശനം അതുമാത്രം ലഭിക്കുക
അതാണ് എക്കാലത്തെയും എൻ ലക്ഷ്യം. അതിനുള്ള കാത്തിരിപ്പാണ് ഈ ജീവിതം. ലേശം പോലും കളങ്കമില്ലാത്ത നിന്റെ നിർമ്മല മുഖത്തെ നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യം ദിനവും ദർശിക്കുക എന്നത് തന്നെ വരം. എൻ ജീവിത സാഫല്യ നിമിഷം. ഉള്ളിലെ പ്രണയം എൻ ഹൃദയം തുറന്നു പറയുന്നതിലല്ല, അത് ശ്രവിച്ചതിന് ശേഷം നീ എന്നിൽ നിന്നും അകലുമോ എന്നുള്ള പേടി. അത് മാത്രമാണിന്നെൻ ഹൃദയം പുറപ്പെടുവിക്കുന്ന മിടിപ്പും ശബ്ദതരംഗങ്ങളുമെല്ലാം തന്നെ. നിൻ മുഖം എൻ കണ്ണുകളിൽ തെളിഞ്ഞു വരുമ്പോൾ ശൂന്യത മാത്രമായിരിക്കും പിന്നീട് അവശേഷിക്കുക. പാറിപ്പറക്കുന്ന ഒരു ശലഭമായി നിന്റെ ചുറ്റിലും പറന്നു നടക്കുവാൻ എന്നുള്ളം ഓരോരോ നിമിഷവും വെമ്പൽ കൊള്ളുന്നുവെന്നത് സത്യം. മുഖകണ്ണാടിക്ക് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ കാണുന്നത് എന്റെ മുഖമല്ല. എല്ലായ്പ്പോഴും എന്നോട് എതിർദിശയിൽ ഞാൻ കാണുന്നത് നിന്നെ മാത്രം. തീവ്രമായ നിൻ കണ്ണുകൾ എൻ വിരലുകളിൽ കവിത ജനിപ്പിച്ചു. ഭ്രാന്തമായി അലഞ്ഞിരുന്ന ഈ എന്നെയും ഒരു മഹാകവിയായി മാറ്റിയിരിക്കുന്നു നീ. ഒരു മഹാകവിയാക്കി മാറ്റി. നിന്റെ മാത്രം പ്രിയപ്പെട്ട രാമചന്ദ്രൻ.